നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ പണ്ടുകാലം മുതൽ കേട്ടുകേൾവിയുള്ള എന്നാൽ ഇന്നും പലരും ഭയപ്പെടുന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. കൈവിഷം. നമ്മുടെ ഇടയിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, അയാൾക്കാരോ കൈവിഷം കൊടുത്തു എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കൈവിഷം? ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ബാധിച്ചാൽ ഒരാളുടെ ശരീരത്തിലും മനസ്സിലും എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുക? ഇതിൽ നിന്ന് രക്ഷ നേടാൻ കലിയുഗവരദനായ വിഷ്ണുമായ സ്വാമിക്ക് എന്തു ചെയ്യാൻ സാധിക്കും? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായി എന്താണ് കൈവിഷം എന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കൈകൊണ്ട് നൽകുന്ന വിഷം അഥവാ ദോഷം എന്നാണ് ഇതിനർത്ഥം. സാധാരണയായി ഒരാളെ വശീകരിക്കാനോ തളർത്താനോ അല്ലെങ്കിൽ ശത്രുത തീർക്കാനോ വേണ്ടി മന്ത്രവാദം ചെയ്ത വസ്തുക്കൾ, മരുന്നുകളോ ഭസ്മമോ ആഹാരത്തിലോ പാനീയത്തിലോ കലർത്തി രഹസ്യമായി നൽകുന്ന രീതിയാണിത്. വിശ്വാസപ്രകാരം ഇത് രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ശാരീരികമായി ഉള്ളിൽ ചെല്ലുന്ന വസ്തുക്കൾ വയറ്റിൽ ദഹിക്കാതെ കിടക്കുകയും അത് വിഷമായി മാറി ശരീരത്തെ ബാധിക്കുകയും ചെയ്യുന്നു. മാന്ത്രികമായി മന്ത്രം ജപിച്ച് നൽകുന്നതുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിനെ ഇത് നിയന്ത്രിക്കുകയും കൊടുത്ത ആളോട് വിധേയത്വം തോന്നാനോ അല്ലെങ്കിൽ പൂർണ്ണമായി തകർന്നു പോകാനോ ഇത് കാരണമാകുന്നു. കൈവിഷം ഉള്ളിൽ ചെന്നാൽ പ്രകടമാകുന്ന ചില പ്രധാന ലക്ഷണങ്ങൾ പഴമക്കാർ പറയുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അകാരണമായ ക്ഷീണം. എത്ര ഉറങ്ങിയാലും വിശ്രമിച്ചാലും മാറാത്ത ക്ഷീണം. ഭക്ഷണത്തോട് വെറുപ്പ് അല്ലെങ്കിൽ ഛർദി. വിശപ്പില്ലായ്മ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ ഛർദ്ദിക്കാൻ തോന്നുക. ത്വക്ക് രോഗങ്ങൾ. ശരീരത്തിൽ അകാരണമായി ചൊറിച്ചിലുണ്ടാവുക. തൊലിയുടെ നിറം മങ്ങുക, പ്രത്യേകിച്ച് മുഖത്തും കഴുത്തിലും കറുപ്പ് നിറം വ്യാപിക്കുക. മാനസിക മാറ്റങ്ങൾ. പെട്ടെന്നുള്ള ദേഷ്യം, ആരോടും സംസാരിക്കാൻ താൽപ്പര്യമില്ലായ്മ, വിഷാദം, രാത്രിയിൽ ഉറക്കമില്ലായ്മ. വീഡിയോ ദൈർഘ്യം കൂടുതലുള്ളതിനാൽ ബാക്കി വരുന്ന വീഡിയോ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കുമുണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.